മൊത്തം ആരംഭിച്ചു. കണ്ടാ ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേട്ടാ. നമ്മളിലും അത്ര ഭാഗ്യവന്മാരാടാ. ഇതിനെ കൂടെ ഇതാക്കണം എടി വികൃതി. അതിപ്പോ ആക്കി വെച്ചല്ലേ. തുമ്പിക്കൈ അതന്നെ. സ്റ്റാർട്ടിങ് ആണ്, ട്രബിൾ ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് കുറച്ചു കാലം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഏലാവും. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീണ്ടും യാത്ര തുടങ്ങിയാണ്. യാത്ര തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കാറ് വാങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്ര. നമ്മൾ ഇതുവരെ എവിടെയും ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും നമ്മളെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും നമ്മൾ കാറ് വാങ്ങി. അപ്പോൾ അതിനുശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് RC ഒക്കെ കയ്യിൽ കിട്ടിയത്. ഒന്നാമത് നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയത് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കാറ് വാങ്ങിയത് തന്നെ നമ്മുടെ ഫാമിലി ട്രിപ്പ്, ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പോകാനുള്ള പരിപാടിക്ക്. എപ്പോഴും നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോകാറ്. മിക്കവാറും ഷജീർ ഇല്ലെങ്കിൽ മോഹനൊക്കെ ഉള്ളപ്പോഴാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്നിച്ചില്ലേ കണ്ണാ പറയടാ, എങ്ങോട്ടാ പോകുന്നത്? മസൂറിയാ? എന്തേ പറയടാ? ശരിയില്ല അതെയാ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. അപ്പം നമ്മൾ ഇപ്പം തൽക്കാലം പോകുന്നത് ഡെറാഡൂണിലേക്കാണ്. പിന്നെ അവിടുന്ന് മസൂറിയൊക്കെ ഒരു ഇതേതാ ഇപ്പോൾ AC ഇട്ട് എന്നിട്ടുണ്ടോ വേർക്കുന്നത്. ഇവിടെ മുടിഞ്ഞ ചൂട് പറഞ്ഞാൽ ഈ പിന്നെ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ. പിന്നെ ഹ്യൂമിഡിറ്റി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ട് വേർപ്പിൻ്റെ ഇതാണ്. അതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത് ഇതുപോലത്തെ സ്ഥലത്താണ്. പിന്നെ ഹിൽ സൈഡ് പോയാലാണ് കുറച്ച് നല്ല ഇതുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ മസൂറിയൊക്കെ 2 ദിവസം ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയണ്ട കുറച്ച് ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യാൻ വെച്ചിട്ട്. അവിടെ ടെമ്പറേച്ചറൊക്കെ ഒരു ആവറേജ് എന്താ പറയണ്ട ഒരു 20 അറൗണ്ട് 20 ഒക്കെയാണ് മസൂറി ടെമ്പറേച്ചർ. അതുകൊണ്ട് എന്തായാലും നല്ല എന്താ പറയുക ചില്ല് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് അവിടെ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഡെറാഡൂണിൽ കുറച്ച് എല്ലാം വഴിക്ക് ഒരുപാട് പറയാണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് വരാണ്ട്. ഓക്കെ, 2 ദിവസത്തെ പരിപാടിയാണ്. അതുകൊണ്ട് നമ്മളിവിടുന്ന് പുറപ്പെടാൻ പോയത് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തേ എണീക്കായിട്ട് ഉറങ്ങിയെണീച്ചില്ല പറ. അപ്പൊ തന്നെ ഇപ്പം രാവിലെ എണീച്ചിട്ട് പോകാന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതാണ് കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് പിന്നെ ഹാർഡ്ലി ഒരു 2 hours ട്രാവലേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ ലോങ് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ കൺഫ്യൂഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ബൈപ്പാസ് കയറി. ഇതൊരു പുതിയ ഡൽഹി ഡെറാഡൂൺ ബൈപ്പാസ് ആണ്. പുതിയ റോഡാണ്. നല്ല അടിപൊളി ഹൈടെക് റോഡാണ്. സൂപ്പർ റോഡല്ലേ. ഇപ്പം ഈ റോഡ് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ട്രാവലിംഗ് ടൈം കുറച്ച് റെഡ്യൂസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡെറാഡൂണിലേക്ക് റൂർക്ക് ചെയ്യുന്ന ഏകദേശം 80-90 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ, മാക്സിമം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിച്ച് പിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ലോണം ചവിട്ടി പായിക്കുന്നതാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ പോകാറുണ്ട്. ബൈക്കിലൊക്കെ ആണെങ്കിൽ ഈസിയാണ്. കാറാകുമ്പോൾ ചിലപ്പോൾ ട്രാഫിക് ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്ലോ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ല ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു സുഖമുള്ള ഒരു റോഡാണിത്. ഫുള്ള് നിങ്ങൾ റോഡിൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവില്ലേ. അടിപൊളി സൂപ്പർ റോഡാണ്. ഇപ്പം ആയിട്ട് കമ്മീഷൻ ചെയ്തിട്ട് അത്രേ ആയുള്ളൂ. ഹാർഡ്ലി ഒരു 1 year ആകാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ആദ്യത്തെ ടോൾ പ്ലാസയാണ്. ഓക്കെ, അപ്പോൾ വണ്ടി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുവരെ ഫാസ്ടാഗ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യത്തെ ടോൾ പ്ലാസ നോക്കട്ടെ, ട്രേസ് ചെയ്യുന്നുണ്ടോ അതിന് പരിപാടികളൊക്കെ നോക്കട്ടെ. ഏതായാലും ആദ്യമായിട്ടാണ് ടോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഫാസ്ടാഗ് വർക്കിംഗ് ആണെന്ന് അർത്ഥം.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ചുരം റോഡ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാഞ്ചേരി അടിപൊളി റോഡാണ് കേട്ടാ. മൊത്തം ചുരാന്ന് ഒരു 10-25-30 കിലോമീറ്ററോളം ഈ ചുരം മാത്രമേ ഉള്ളൂ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള. ഈ ഡെറാഡൂണിലേക്കുള്ള ഡ്രൈവിൻ്റെ ഒരു ബ്യൂട്ടിയാണത്. ഇങ്ങനെ സ്ലോ ആയിട്ട് നല്ലൊരു ആ ഒരു കാനന ഭംഗിയിൽ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. എല്ലാത്തൊരു ഇതാവും. ഫുള്ള് ബെൻഡ് മാത്രമേ ഉള്ളൂ. സ്ലോയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഡ്രൈവ് ചെയ്ത് പോകാൻ സുഖമാണ്. ബോർഡിലതാ 22 കിലോമീറ്റർ. നല്ല സൂപ്പർ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ വണ്ടീൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം മനസ്സിലാണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിലൊന്ന് ഓടിച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ നല്ല എന്താ പറയുക, ഡ്രൈവിംഗ് ഒന്നും അറിയാത്തവർക്ക് കുറച്ച് ഒരു എക്സ്പെർട്ട് ആകാൻ വേണ്ടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു റൂട്ട് കൂടിയാണിത്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാം ഈ റോഡ്. ഓക്കെ, പിന്നെ വേറെ നമ്മൾ ആ ഒരു റിവറിൽ നമ്മൾ മുമ്പൊരിക്കൽ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പം ഡ്രൈ ആണ്, ത്രൂ ഔട്ട് ഇയർലി ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. മഴ റെയിനി സീസണിൽ മാത്രമേ അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ. അതായത് മിക്കവാറും, അതായത് എൻ്റെ റിയർ മൊത്തം എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടിപ്പം ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ഇപ്പം ഈ ചുരം കട്ട്, അതായത് ഈ വളവും തിരിവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വേറൊരു റോഡ് ഇപ്പം ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇതന്നെ ഇത് ഈ വളവും തിരുവല്ലുള്ളതുകൊണ്ട് യാത്രേൻ്റെ ടൈം കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ചില സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ച സംഭവം അവിടെ എത്തട്ടെ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഈ ഒരു റോഡായതുകൊണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഇപ്പം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ബ്ലോക്കിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു പാലമുണ്ട്, കുറച്ച് ഒരു ഡേഞ്ചറസ് ആയ ഇടുങ്ങിയൊരു പാലാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ വണ്ടി കടത്തി വിടുള്ളൂ. പിന്നെ അധികം വെയിറ്റ് ഒന്നും എടുത്തിട്ടുള്ള വണ്ടികളൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വൺ വേ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലെ വാഹനങ്ങൾ മൊത്തം പോയി കഴിഞ്ഞാൽ മറ്റേ അങ്ങ് വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഈ പരിപാടികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പുതിയ എന്താ പറയണ്ടേ ഇതിൻ്റെ പണി ഇപ്പം തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കാണിച്ചത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. വലിയ പരിപാടിയാണ്, വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. എവിടെത്തി വിളിക്കല്ല, വീട് പോയില്ല. നമ്മളെ വഴിയിലൊരു സ്ഥലത്ത് നിർത്തിയിട്ടുള്ള ഡെറാഡൂണേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. എടി ഈ സ്ഥലമില്ലേ, ഈ സ്ഥലം നമ്മൾ ആദ്യം ഷജീറിൻ്റെ കൂടെ ഫസ്റ്റ് ട്രിപ്പ് പോയില്ലേ, ഇവിടെ ചക്രതയാ. ഇതൊരു കുരങ്ങനതാ, ഇതൊരു കുരങ്ങച്ചനതാ വരട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇൻട്രോ പറഞ്ഞത്. ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ ആ സ്ഥലം കണ്ടെടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയാട്ടാ. ഇവിടെ ഇരുന്നിട്ടാണ് ആ ഫസ്റ്റ് വീഡിയോയിൽ ഇൻട്രോ പറഞ്ഞത്. ഷജീറിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെതാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രൈ ആയിട്ടുള്ള റിവർ ഉണ്ട് പറഞ്ഞില്ലേ, അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം അതിന് പാരലായിട്ട് ഇപ്പം പിന്നെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതാ മണ്ണെടുപ്പും പരിപാടി, വലിയ പരിപാടിയാണ്, വലിയ പ്രോജക്റ്റാട്ടാ. കാരണം ഈ ഒരു 20-25 കിലോമീറ്റർ മൊത്തം ബെൻഡ് കട്ട് ചെയ്ത് ഇനി സ്ട്രെയിറ്റ് ഡെറാഡൂണിലേക്ക് പരിപാടി ആക്കാനാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകുന്നുണ്ടോ അറിയില്ല. ഏതായാലും പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു വർഷം 1-2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, കുരങ്ങനെ കണ്ടാ കുരങ്ങനെ കണ്ട, കുറേ കുരങ്ങന്മാരുണ്ട് അതിന് മുകളിൽ കയറി. അപ്പോൾ ഞാനൊന്ന് മുഖം കഴുകാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. കാരണം രാവിലെ ഇറങ്ങിയില്ല, 7 മണിക്ക് ഇറങ്ങിന്. രാവിലെ എണീച്ചിന് 5 മണിക്ക് എണീച്ചിന്. നേരത്തെ ഇറങ്ങാൻ വെച്ചിട്ട് നിന്നെയാണ്, പക്ഷെ ലേറ്റായി പോയി. ഓക്കെ, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല, പക്ഷെ കണ്ണെന്തോ പോലെയാണ്. അതുകൊണ്ടൊന്ന് മുഖലും കഴിച്ചൊന്ന് ഫ്രഷാന്ന് വെച്ചു. ഞാൻ അവിടെ അതെന്നാ വെച്ചാണ്ടല്ലോ, ഇവിടെ നമ്മളെപ്പോഴും ഈ ഡെറാഡൂൺ പോകുന്ന സമയത്ത് നമ്മളെല്ലാ പ്രാവശ്യം വഴിയിൽ ശ്രദ്ധിച്ച സാധനം ഇങ്ങനത്തെ ഹട്ടുകൾ. അത് ഇവിടുത്തെ വില്ലേജസ്, ഈ ഏരിയയിലൊക്കെ ഫോറസ്റ്റിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവരെ മെയിൻ ഒരു ഇൻകം സോഴ്സ് പറഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ, പശുക്കളും അവരെ മെയ്ക്കലും പാലും പരിപാടിയും ബിസിനസ്സും വളമൊക്കെയാണ് അവർ മെയിനായിട്ട്. ഇങ്ങോട്ട് വാ. ഓക്കെ, ഇങ്ങോട്ട് പോകണം. ഇവിടെയാണ് റോഡ് പോകുന്നത്. പിന്നെ നമ്മളങ്ങോട്ട് കയറുന്നത് ഇവരെ സംഭവം ആൾക്കാരുടെ കാര്യമില്ലെന്ന് നോക്കട്ടെ. ഇവിടെ
ഇവിടെയാണ് ആൾക്കാർ ഒരു ഏറ്റവും ലോ കാസ്റ്റ് ഇല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ പുതിയ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവിടെയാണ്. അതിൻ്റെ ഇവിടുന്ന് നിങ്ങൾക്ക് കാണുമോ അറിയില്ല, ഇതവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടി നടക്കുന്നത്. വലിയ പ്രൊജക്റ്റാണ് കേട്ടോ. അതിലേക്കൂടെയാണ് പുതിയ റോഡ് പോകുന്നത്. ഇതാണ് ഇവിടെ വീട്. ചെറിയൊരു സോളാർ പാനൽ സെറ്റപ്പ് ഉണ്ടോ, ചെറിയ സംഭവം, ചെറിയ പാനൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇലക്ട്രിസിറ്റി പരിപാടി അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊന്നും കിട്ടൂല. കാരണം അത്രയും ലോക്കൽ ആൾക്കാരാണ്. പശുണ്ടാ. അപ്പോൾ മെയിനായിട്ടുള്ള ഇവരുടെ പരിപാടിയാണ് കാലിത്തൊഴുത്ത്, അതായത് പോത്ത് ഇത് കാര്യങ്ങളൊക്കെയാണ് പശു പാല് പരിപാടി. എന്നാൽ കൺസ്ട്രക്ഷൻ നോക്കിയാൽ മൊത്തം പുല്ലാണ് കേട്ടോ. സൈഡിലൊക്കെ ഇത് മറ്റേ മരം വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനം. മുകളിൽ പുല്ല്, വൈക്കോലല്ലേടി, വൈക്കോലല്ലേ ഇത്? എന്താ പരിപാടി കൺസ്ട്രക്ഷൻ നോക്കി, എന്താ സാധനം? ആ നല്ല ഇതാണ്. മൊത്തം മരം വെച്ച് കണ്ടാ ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേട്ടാ. നമ്മളിലും അത്ര ഭാഗ്യവന്മാരാടാ കണ്ണാ. നോക്കിയാ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. അവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഓരോ കമ്മ്യൂണിറ്റി ആൾക്കാരാണ്, ട്രൈബൽ അതുപോലത്തെ സംഭവമാണ്. എന്താണ് നമുക്കൊക്കെ ഇങ്ങനെ ലൈഫിനെ പറ്റി ചിന്തിക്കാൻ പറ്റുവാടി. അതും കാട്ടിൽ മണ്ണിടിച്ചലും മഴയും വെള്ളപ്പൊക്കവും പേടിച്ചുകൊണ്ട് നിൽക്കണ്ടേ കാട്ടിൻ്റെ ഉള്ളിൽ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് കണ്ടേരത്ത് കണ്ണം പറഞ്ഞു ഒന്ന് കാണണം, അതെന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഓക്കെ, നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ആദ്യമായിട്ടാണ് ഇതിൽ വെള്ളം കാണുന്നത്. ലൈറ്റായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. വാടി ഇങ്ങ് ക്രോസ് ചെയ്യാമോ. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇത് ആക്കുന്നത് അറിയില്ല. പക്ഷെ ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം വെള്ളവും പരിപാടിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. മൊത്തം ഇതുപോലെ ഇതൊക്കെ കെട്ടിയിട്ട് ഈ കുന്നൊക്കെ ഇടിച്ചിട്ട് ഈ വഴിക്കാവുന്ന ഇനി റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാടാ കണ്ണ JCBൻ്റെ കൈ, ഇതാ കണ്ണ തുമ്പിക്കൈ. അതന്നെ നോക്കറ ഈ കല്ല്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും റോഡ് പോകുന്നത്, പുതിയ റോഡ്. അപ്പോൾ ഈ മണ്ണിടിച്ചെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ താഴെ കൂടെയായിരിക്കും, എന്നാ അറിയില്ല, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നമ്മൾ വന്ന വഴിയാണ്, ആ ഒരു ഇടുങ്ങിയ പാലാണ്. പിന്നെ കല്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഒഴുകി വന്നാന്നോ അല്ല ഇവർ ഇനി ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയതാണോ പറയാൻ പറ്റില്ല. ഇത് കണ്ട നല്ല ഉരുളൻ കല്ല്, നമ്മളെ അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ പോലത്തെ കല്ല്. മൊത്തം ഇതുപോലത്തെ കല്ലാട്ടോ. ഈ ഒരു പുഴയിലൊക്കെ കിട്ടോ കല്ല് വേണാടി. കുറേ മുമ്പ് കുറച്ച് വെച്ച സാധനം ഇഷ്ടമാണ്. എന്നാപ്പാ പണി നടക്കുന്നുണ്ട്. ഒരു ട്രാക്ടർ ഉണ്ട്. ഇത് മണ്ണാറ്റ, ഇത് കല്ല മണ്ണാറ്റ എടുക്കാൻ വന്നത്. ഇതവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ബ്രിക്ക് ആക്കുന്നുണ്ട്. അതിന് ഈ പിന്നെ എന്ന് പറയണ്ടേ സൈഡ് വാൾ ഉണ്ടാക്കാനുള്ള ബ്രിക്കാണോ അല്ലെങ്കിൽ അവർ വീടെടുക്കുന്നുണ്ട് ഇതാണെന്നൊന്നും അറിയില്ല. ഉണ്ടോ ഇതിൻ്റെ അച്ചൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് പണി നടക്കുന്നുണ്ട്. ये क्या के लिए बना रहे भैया? ये दीवार के लिए। अच्छा, ये सड़क बन रहा है उसके लिए ना? സംഭവം അതാണ്. ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലെ കൂടെ ഇതാക്കല ഏടി വികൃതി അതിപ്പോൾ ആക്കി വെച്ചല്ലേ. നമുക്ക് നല്ല ഇറങ്ങണം. ഇവിടാ ഫോട്ടോ എടുക്കണ്ടേ? അത് നമുക്ക് 2 ഫോട്ടോ എടുക്കാലോ. കുട്ടി പാടി. അപ്പം നമ്മൾ ഇങ്ങനെ കാട്ടുവഴിയിലൂടെ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നടന്ന് പോകുന്നു. വേറെ പിന്നെയും നടന്ന് പോകുന്നു. സ്റ്റാർട്ടിങ് ആണ്, ട്രബിൾ ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് കുറച്ചു കാലം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഏലാവും. അപ്പൊ നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ. നടക്കടാ കുരങ്ങൻ പിടിച്ച് പോണ്ട. ഓളത് മുമ്പേ എത്തിയില്ലേ. കറിക്കോ കണ്ണാ ടണല് വരുന്നുണ്ടേ.
ഡെറാഡൂൺ 13 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മ ഡെറാഡൂണിലേക്ക് പോകുമ്പം എപ്പോഴും കാണുന്ന ഒരു ടണലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്താ ബ്ലോക്കാന്ന് തോന്നുന്നു. പഴയ പുതിയ ടണല് ക്ലോസ് ആയിട്ടല്ലേ, ഇപ്പം പഴയ ടണലിലേക്കാണ് പോകുന്നത്. ഇവിടെയും ബ്ലോക്ക്. ഡെറാഡൂണിന് 12 കിലോമീറ്റർ ബോർഡ് ഇല്ല, എനിക്ക് കാണൂല. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അതിന്റെ എന്തോ തിരക്കാവുന്നു. അവിടെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അമ്പലല്ലേ? അപ്പോൾ അമ്പലം അവിടെ എന്തോ പരിപാടിയായിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് അവിടെ തിരക്ക് കിട്ടിയത്. ഇപ്പൊ പഴയ ടണലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികം റഷൊന്നും ഉണ്ടാകാത്ത, ഇപ്പം പുതിയ ടണൽ വന്നതിന് ശേഷം വികസനം എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ ഒക്കെ പണി കാരണം എത്ര മരങ്ങളാണ് ഇവിടെ വെട്ടിമുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മൊത്തം ഫോറസ്റ്റ് റീജിയൺ ആണ്. അതുകൊണ്ട് മരം മുറിച്ചിട്ടാണ് ഇവിടെ ഇപ്പൊ റോഡിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മരങ്ങളാണ് മുറിച്ചിട്ട് നോക്കി പറ, നീ നിന്റെ മക പറ, പ്രതിഷേധിക്ക്. വികസനം വേണമെന്ന് പറയും, പക്ഷെ അതിന്റെ ഒരു വേറൊരു എന്താ പറയുക ഫേസ് കൂടി ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡുകൾ, നല്ല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്ന് പറയും. പക്ഷേ ഇതൊന്നും മുറിക്കാണ്ട് ഇതൊന്നും ചെയ്യാണ്ട് പ്രകൃതിനെ എന്ന് പറയേണ്ട ഉപദ്രവിക്കാണ്ടൊന്നും ചെയ്യുന്ന കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ പരിപാടി ഇതാ റോഡ് സൈഡിലല്ലതാ മരതാ മുറിച്ചിട്ടിട്ടാ ഫുള്ളും മരമുറിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തുഴഞ്ഞിപ്പം ഡെറാഡൂൺ എത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. പിന്നെ ഇന്ന് റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടും പിന്നെ സിറ്റിയിൽ ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് അതിൻ്റെതായ എനക്ക് അത് മോശമില്ലല്ല. അവിടെ ന്യൂമീറ്ററിൽ പഴം കയറ്റുമായിരുന്നു, അത് മോശമില്ലല്ല. എനക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പ്, രാവിലെ കഴിച്ചിറങ്ങിയോണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ എത്തിയേ ഉള്ളൂ. എന്നിട്ട് ഇതാ ലൈറ്റായിട്ട് ഇനി കഴിക്കണം. കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് വന്നിന്, രാവിലെ ദോശ തന്നിട്ടാണ് വന്നിന്. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ എന്താ ഉണ്ടോന്ന് അതെന്നാ കേക്കില്ലേ, നാട്ടിൽ നിന്നാക്കിയ കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അടുത്തൊരു പരിപാടിക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. പിന്നെ ഡെറാഡൂണിലെ കുറേ സംഭവങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അത് ഓരോ വീഡിയോ ആയിട്ട് ഇനി അങ്ങോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രോ എന്നൊക്കെ ചെയ്തതാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അത് ഓരോ വീഡിയോയിലായിട്ട് കാണാം. ഇത് പറയാനുണ്ടാവോ മതി? എങ്ങോട്ട്? വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തുഴയാം, ഒന്നിച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, വെറുതെ ഒന്നൊരു ബൈ പറഞ്ഞേ. ഇവരുണ്ടാവും, എല്ലാരും ഉണ്ടാവും കേട്ടാ ഇനി അങ്ങോട്ട്. അല്ലേ? അപ്പൊ ശരി, നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.